അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ഇലയുടെ ഇടയിൽ കൂടി സ്പൈ ക്യാമറ വെച്ചിട്ട് അവർ തമ്മിൽ മോശമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ആർക്കാണ്? ആരുടെ ആവശ്യമാണിത്? ഏത് PR-ന്റെ ആവശ്യമാണ് ഇവർ രണ്ടുപേരും മോശമാണ് എന്ന് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിൽ സ്ഥാപിക്കേണ്ടത്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഈ ആര് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണെന്നും ഇതിലൊന്നും വീഴുന്നവരല്ല മലയാളികളെന്നും മലയാളികൾക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ വൃത്തികേട് കാണിച്ച PR-കൾ ചിന്തിച്ചാൽ നല്ലതാണ്. കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ PR-കൾക്ക് കഴിയില്ല. ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളും അതേപോലെ ഇലകൾക്കിടയിലൂടെ സ്പൈ ക്യാമറ വെച്ച് പ്രത്യേക ആംഗിളിൽ ഫോട്ടോസ് എടുത്ത് അത് വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കുകയും യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികളാണ് എടുക്കേണ്ടത്. ഒടുവിലുണ്ടെങ്കിൽ ഇതേ കണക്ക് ബിൻസി ഉണ്ട് ഇതിന് മറുപടിയായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിച്ചൊരു കാര്യമാണ് ഇതെന്താണ് ബിൻസി എന്ന് ഇതിനൊരു മറുപടിയും പറയാതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. ഇതേ കണക്ക് അനുമോളിലെ ബാക്കിയുള്ള ഒരു PR ആണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് PR ആണെന്നുള്ള രീതിയിൽ. ഏതോ എടുത്ത് ഇതേ കണക്ക് ഈ സംഭവം കണ്ടപ്പോഴത്തേക്ക് അത് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ട് PR മാത്രമല്ല ഇതേ കണക്കത്തുള്ള വീഡിയോസൊക്കെ എടുത്തുണ്ടെങ്കിൽ പബ്ലിക് ആക്കുമ്പോഴത്തേക്ക് ഒരുപാടുണ്ടെങ്കിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇതേ കണക്കത്തുള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ വെറുതെ വിടാതെ ഇതേ കണക്ക് പബ്ലിക് ആക്കിയിട്ട് ഭയങ്കരമായിട്ട് അത് വൈറലാക്കാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇവർക്കത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ അത് ഭയങ്കരമായിട്ട് തലയിടേണ്ട ആവശ്യമില്ല. ഇവരുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ വലിയ കുഴപ്പമൊന്നും ബാക്കിയുള്ളവർ വെക്കേണ്ട ആവശ്യവും ഇല്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.